അടുത്തത് വിത്ത് മുളപ്പിക്കാനുള്ളൊരു മറ്റൊരു മെത്തേഡാണ് പറയുന്നത് കേട്ടോ. ഞാൻ കുറച്ച് നമ്മൾ വാങ്ങുന്ന വിത്തെല്ലാം മുളച്ച് കിട്ടാൻ നമുക്ക് അറിയണമല്ലോ മുളയ്ക്കുണ്ടോയെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിനൊരു കണ്ടെയ്നർ, പ്ലാസ്റ്റിക് കണ്ടെയ്നർ, അടപ്പുള്ളൊരു പാത്രം എടുത്തു. ആ പാത്രത്തിന് ഉള്ളിലേക്ക് ടിഷ്യൂ പേപ്പർ, എല്ലാവർക്കും അറിയാം, ടിഷ്യൂ പേപ്പർ എല്ലാം അതിലേക്ക് ഇറക്കി വെച്ചു. ടിഷ്യൂ പേപ്പർ ഇറക്കി വെച്ചതിന് ശേഷം കാണാനുണ്ടാവും കേട്ടോ, ടിഷ്യൂ പേപ്പർ ഇറക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന പണി, ഒരു ഗ്ലാസ് വെള്ളം, കുറച്ച് വെള്ളം എടുത്തു. ഈ വെള്ളം എടുത്തിട്ട് ഞാൻ ആ വെള്ളം ലൈറ്റായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ടിഷ്യൂ പേപ്പർ ഒന്ന് നനഞ്ഞ് കുതിരണ വരെയുള്ള അപ്പോൾ ഈ ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ എല്ലാ ഭാഗത്തേക്കും അത് പിടിച്ചു, ഫുള്ള് നനവായിട്ടോ. ഞാൻ അങ്ങനെ ചെരിച്ചു വെച്ചപ്പോൾ അതിൽ തുള്ളി വെള്ളം പുറത്തേക്ക് ഒലിക്കുകയല്ല, നനവ് ടിഷ്യൂ പേപ്പർ പിടിച്ചിരിക്കുകയാണ്. ഇനി ചെയ്യുന്നത് നോക്കുക, ഈ ടിഷ്യൂ പേപ്പറിലേക്ക് ഞാൻ നമ്മളെ കയ്യൊക്കെ നനവുണ്ട് കേട്ടോ, എന്നാലും വിത്തുകൾ എടുക്കുകയാണ്. അത് ചെയ്യുന്നത് നോക്കുക, ഈ ടിഷ്യൂ പേപ്പർ വിരിച്ച കണ്ടെയ്നറിലേക്ക് ഈ അഡീനിയത്തിൻ്റെ വിത്തുകൾ പല ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യാം. പല ഭാഗത്തായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ഈ കണ്ടെയ്നറിനകത്ത് വിത്തിട്ടിട്ടുണ്ട്, നനഞ്ഞ ടിഷ്യൂ പേപ്പറാണ് ഉള്ളത്. എന്നിട്ട് ഈ കണ്ടെയ്നർ ഞാൻ അടയ്ക്കുകയാണ്. അടച്ചിട്ട് ഇനി ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, ഈ കണ്ടെയ്നർ സാധാരണ ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു കറുത്ത പേപ്പർ കൊണ്ട് വേണമെങ്കിൽ മൂടിയിട്ട്, ന്യൂസ് പേപ്പർ കൊണ്ടോ എന്തുണ്ടെങ്കിലും മൂടി, സാധാരണ പേപ്പർ കൊണ്ട് മൂടിയതിലും കറുത്തൊരു പേപ്പർ കൊണ്ട് മൂടിയിട്ട് എടുത്തു വയ്ക്കുക. നമ്മളിപ്പോൾ വൈകുന്നേരം 7 മണിക്കാണ് ഇങ്ങനെ വെച്ച് വെച്ചാൽ, രാത്രി 7 മണിക്ക് വെച്ചാൽ രാവിലെ 7 മണിക്ക് ഇത് മെല്ലെ തുറന്ന് നോക്കിയിട്ട് ഇതിൽ ഈർപ്പുണ്ടോ നോക്കുക. നനവ് ഈ ടിഷ്യൂ പേപ്പറിലെ നനവ് പോകാൻ പാടില്ല, നല്ല ടൈറ്റ് ചെയ്ത് എയർ ടൈറ്റ് പാത്രമായിരിക്കണം കേട്ടോ, നല്ല ടൈറ്റ് ചെയ്യണം. അങ്ങനെ ടിഷ്യൂ പേപ്പറിൽ നനവ് പോയിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ മുക്കിയെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അതിൻ്റെ ഉള്ളിൽ ടിഷ്യൂ പേപ്പറിൻ്റെ മേലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക, തുറക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് വെള്ളം കുടഞ്ഞു കൊടുക്കുക. പിന്നെ വൈകുന്നേരം ഒരു 7 മണിക്ക് വേണമെങ്കിൽ തുറന്നു നോക്കാം. അങ്ങനെ 2-3 ദിവസം കഴിയുമ്പോഴേക്കും ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വിത്ത് ഇങ്ങനെ മെല്ലെ മുള പൊട്ടാൻ തുടങ്ങും. ഈ മുള പൊട്ടി വരുമ്പോൾ ഇത്ര അധികം ഇടണ്ട കേട്ടോ, നിങ്ങൾ ഒരു 5, 6, 8 ഒക്കെ ഇട്ടാൽ മതി. അങ്ങനെ ഇത് മുളച്ച് വരുമ്പോൾ, ഇപ്പോൾ ഇതിന് ആഹാരമൊന്നും വേണ്ട, ഈ ചെടി ഇങ്ങനെ മുളച്ച് വരും. അത് മുളച്ച് വരുന്നതിനനുസരിച്ച് പിന്നെ നമ്മളിത് തുറന്നു വെക്കേണ്ടി വരും. 1-2 ദിവസമൊക്കെ അടച്ചു വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് മെല്ലെ അങ്ങനെ തുറന്നു വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു ഈർപ്പം അങ്ങനെ ലൈറ്റായിട്ടൊന്ന് തളിച്ചു കൊടുക്കുക. പിന്നെ ഈ പുറത്തുനിന്ന് മുളച്ച് വരുമ്പോഴുള്ള പെസ്റ്റ് ഒന്നും ഇതിനെ അറ്റാക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ മുളച്ച് വേരൊക്കെ പിടിച്ചത് കുറ്റി പോലെ ഇങ്ങനെ സ്റ്റിക്കായി നിൽക്കുന്ന സമയത്ത് കുറച്ച് ഗ്രോത്ത് ആയി തോന്നുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ, ഒരാഴ്ച വരെ ഒരേറെയും നിർത്താം. അങ്ങനെ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബ്ലേഡ് കൊണ്ട് ഈ ടിഷ്യൂ പേപ്പർ ഇങ്ങനെ ഒന്ന് വരട്ട് കൊടുക്കുക. അല്ലാതെ തന്നെ പൊട്ടും, ഓരോ ഭാഗം കൈകൊണ്ട് തൊട്ടാൽ തന്നെ പൊട്ടും. അങ്ങനെ പൊട്ടിച്ച് മെല്ലെ എടുത്തിട്ട് പേപ്പറോട് കൂടി ഓരോ ചെടിയുടെ അടിഭാഗത്തെ പേപ്പറോട് കൂടി എടുത്തിട്ട് പോട്ടിംഗ് മിക്സ് നിറച്ചതോ അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേയിലേക്കോ അല്ലെങ്കിൽ ചെറിയ കപ്പിലേക്കോ മണൽ നിറച്ചതിലേക്കോ ഈ പേപ്പറോട് കൂടി തന്നെ അതിലേക്ക് നട്ടു കൊടുക്കുക. ഇതാണ് ഹ്യൂമിഡിറ്റി ചേമ്പർ ആക്കിയിട്ട് നമ്മൾ വിത്ത് മുളപ്പിക്കുന്ന ഒരു മാർഗം. ഏതാ, നമ്മളുടെ കണ്ടെയ്നറിനകത്ത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഒരു മാർഗ്ഗമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നന്നായി പരീക്ഷിക്കാം. കാരണം 4-5 വിത്തൊക്കെ മുളപ്പിക്കുന്ന ആളുകൾ ഈ വിത്ത് മുളച്ചു വരുന്ന സമയത്ത് തവള, ചെറിയ ക്ഷുദ്രജീവികളൊക്കെ അതിൻ്റെ തലപ്പ് വെട്ടിക്കളയുന്നത്. അപ്പോൾ അങ്ങനെ മുളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് സേഫാക്കി നിർത്താൻ പറ്റിയൊരു പരിപാടിയാണ് ഈ കണ്ടെയ്നറിൽ മുളപ്പിക്കുന്ന. വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ, എയർ ടൈറ്റ് ആയതുകൊണ്ട് തന്നെ, ഹ്യൂമിഡിറ്റി കൂടുതൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ വേഗത്തിൽ മുളയ്ക്കാൻ സാധിക്കും.